ആർഎസ് എന്ന് പറഞ്ഞ വലിയൊരു ഗ്രാമമാണ്. അവിടെയുള്ള പെണ്ണുങ്ങള് കഞ്ചാവ്, കള്ള്, ഡാൻസ് ഭയങ്കരമാണ്. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അച്ഛനെ കട്ടിച്ച് 2 മാസവും ഇരുത്തുകയുള്ളൂ. ചില ഇടവകയുണ്ട് നമുക്ക് അച്ഛനെ ഇരുത്തേല, അച്ഛനെ നിർത്തുകയുള്ളൂ അവിടെ. സോ ആ പാവം ഈ സെന്റ് ജോൺ മരിയ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴേ കേട്ടു, അച്ഛോ കൂടി വന്ന് 1 മാസം കഷ്ടിച്ച് ഇവിടെ ഇരുത്തുള്ളൂ എന്ന് പറഞ്ഞു. അച്ഛൻ എന്ത് ചെയ്തു? കൊണ്ട് പാക്ക് ചെയ്ത സാധനം ചാക്കിലാ കൊണ്ടുവന്നേ. ഉടുപ്പും തുണിയെല്ലാം ചാക്കില് എടുത്തോണ്ട് പോകാൻ എളുപ്പമാന്ന് ഓർത്ത് അവിടെ കൊണ്ട് മുറിയുടെ വാതിക്ക് കൊണ്ട് വെച്ചിട്ട് പള്ളിക്കകത്ത് വന്ന് ക്രാരിയുടെ മുന്നിൽ കൈവിരിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഉപവാസവും പ്രാർത്ഥനയും തുടങ്ങി. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ആ ആർഎസ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി പ്രാശ്ചിത്തം ചെയ്യുകയും ചെയ്തപ്പോൾ അത്ഭുതങ്ങളുണ്ടായി. എന്താ സംഭവിച്ചതെന്നറിയോ? അവരുടെ പാപങ്ങൾക്ക് വേണ്ടി, അവരുടെ പാപത്തിനു വേണ്ടി അദ്ദേഹം ത്യാഗം ചെയ്തു. ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ആർഎസിലുള്ള ഗ്രാമത്തിലുള്ള എല്ലാ മക്കളും പാപം ഉപേക്ഷിച്ച് പള്ളിയിൽ വന്ന് കുംസാരിക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് സെന്റ് ജോൺ മരിയാനി കുംസാരത്തിന്റെ മധ്യസ്ഥനും ഇടവക വികാരിയുടെ മധ്യസ്ഥനുമായി തീർന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്നറിയോ? ജോൺ മരിയ വിയാനിയെ പോലെ ഒരമ്മച്ചി തന്റെ കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടി മറക്കരുത്. ഒരപ്പച്ചൻ തന്റെ കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചില്ലെന്നായി തീരുമ്പോൾ ആ കുടുംബം നന്നാകും. അതുപോലെ തന്നെ മക്കള് ആ അമ്മച്ചി, ചാച്ചനും അമ്മച്ചിക്കും വേണ്ടി ജോൺ മരിയ വിയാനിയെ പോലെ അവർ ചെയ്ത പാപത്തിനു വേണ്ടി ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തങ്ങളുടെ ചാച്ചനും അമ്മച്ചിയും നല്ല സ്വഭാവത്തിൽ നീങ്ങുവാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ ഈ ജോൺ മരിയ വിയാനിയുടെ കാര്യം പറഞ്ഞത്. ജോൺ മരിയ വിയാനി ആ വില്ലേജിലുള്ള ഗ്രാമത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അവരുടെ പാവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവരോട് ക്ഷമിക്കുകയാണ് ചെയ്ത്. വിശ്വാസ വർഷം വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നവിടെ തിരസ്കരിച്ച് തള്ളിപ്പറഞ്ഞു, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത്? പത്രോസ് കരഞ്ഞ് തന്റെ തെറ്റ് സമ്മതിച്ച് ദൈവത്തിന്റെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്റെ കർത്താവേ, നിന്നെ ഞാൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞല്ലോ എന്ന്. പാവം നമ്മൾ സ്വന്തം കുറ്റം ഏറ്റെടുത്ത് ചെയ്ത തെറ്റ് ഞാൻ അംഗീകരിച്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആ കർത്താവിന്റെ മുന്നിൽ ഞാൻ കരയണം. ഞാനൊരു പാവിയാണ്, ഞാൻ പാവം ചെയ്തു പോയി, നിന്നെ ഞാൻ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാവോ? പത്രോസ്ലിയായെ വീണ്ടും ദൈവം വിളിച്ച് തിരിച്ചു വരുത്തി സഭയുടെ നേതാവായി തീരുകയും അവസാന സ്വർഗത്തിന്റെ താക്കോലേൽപ്പിക്കുകയും ചെയ്തതുപോലെ ദൈവം നമുക്ക് പ്രസാദവരം നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ചെയ്ത തെറ്റ് നമ്മൾ ഏറ്റു പറയണം. എന്ത് തെറ്റായിക്കോട്ടെ, ഇന്ന് നമ്മൾ ആ തെറ്റ് ഏറ്റു പറയുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. മറക്കരുത്. ഞാൻ ഓർക്കുന്നു, അവിടെ പ്രാർത്ഥനാ ഭവനത്തിൽ ഒരു സഹോദരൻ കരഞ്ഞ് പ്രാർത്ഥിക്കുക. എന്തിനാ പ്രാർത്ഥിച്ചേ? സ്വന്തം ഭാര്യയെ വിഷം കൊടുത്ത് കൊന്നിട്ട് ജയിലിൽ നിന്ന് ചാടി നേരെ പ്രാർത്ഥനാ ഭവനത്തിലേക്കാണ് വന്നത്, ധ്യാന മന്ദിരത്തിലേക്ക്. ധ്യാനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞു, അച്ചോ, ഞാൻ തിരിച്ച് ജയിലിലേക്ക് തന്നെ പോവുകയാണ്. കാരണം ഞാൻ എന്റെ കുറ്റം ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ എന്റെ ഭാര്യയ്ക്ക് വിഷം കൊടുത്ത് കൊല്ലുന്നതാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ച് ജയിലിലേക്ക് പോവാണ്. അദ്ദേഹം ജയിലിൽ ചെന്ന് പറഞ്ഞു. അവിടെ ജയിൽ സൂപ്രണ്ടിനോട് പറഞ്ഞു, ആരോടും പറയണ്ട, ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതാണ് സ്വന്തം കുറ്റം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന് അധികം ശിക്ഷ കിട്ടിയില്ല. 3 മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഈ 3 മാസം കൊണ്ട് അദ്ദേഹം ജയിലിലുള്ള എല്ലാവരെയും അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിലുള്ള വചന പ്രഘോഷണം നടത്തുകയും ഞാൻ 2 പ്രാവശ്യം സെൻട്രൽ ജയിലിൽ പോയി അവരെ കണ്ട് അവർക്ക് വേണ്ടി പ്രസംഗം പറയുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ നന്നാവുമ്പോൾ നാട് നന്നാവും. അതുകൊണ്ട് ഞാൻ പറയുന്നു,
അധികം നന്നാക്കാൻ പോകണ്ട, ആദ്യം ഞാനാണ് നന്നാകേണ്ടത്. നമ്മുടെ സ്വഭാവം മറ്റുള്ളവരെ നന്നാക്കുകയാണ്. ആദ്യം ഞാൻ നന്നാവുമ്പോൾ കുടുംബം നന്നാവും. കുടുംബം നന്നാവുമ്പോഴോ എന്റെ അയലോക്കംകാർ നന്നാവും. അയലോക്കംകാർ നന്നാവുമ്പോഴോ എന്റെ ചുറ്റുപാടെല്ലാം നന്നാവും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ഞാൻ നന്നാവണം. ഇനി എനിക്ക് എന്തെല്ലാം കഴിവില്ലായ്മകളുണ്ട്, വീക്ക്നെസ് ഉണ്ട്, അതാണ് ഞാൻ നോക്കേണ്ടത്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അതുകൊണ്ട് മറക്കരുത്, സ്വന്തം കുറ്റം ഏറ്റെടുക്കുക. ഞാൻ എന്താണ് തെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചിന്തിക്കുക. ഏതെല്ലാം പാവം ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്? ജന്മം മുതൽ ഇന്നു വരെയുള്ള ഓരോ പാവവും നമ്മൾ ഓർക്കുക. ഇത് ദൈവത്തിന്റെ ആലയമാണ്, മറക്കരുത്. മുന്തിരിവള്ളി ശാഖകളും യോഹന്നാന്റെ സുവിശേഷം 15 1 മുതൽ നമ്മൾ കാണുന്ന ഈശോ പറയുന്നു, മുന്തിരിവള്ളി ശാഖകളും. ശാഖ എവിടെയാണ് ഇരിക്കേണ്ടത്? മുന്തിരിയിലാണ് ഇരിക്കേണ്ടത്. ആ മുന്തിരിയിൽ ഇരുന്നാൽ മാത്രമേ ഈ ശാഖയിൽ പഴമുണ്ടാകുകയുള്ളൂ. നമ്മൾ ഓരോരുത്തരും ആ ശാഖകളാണ്. നമ്മളിലൂടെയാണ് കൃപ നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നത്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഉയർത്തിക്കൊണ്ട് Hallelujah. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. Hallelujah. 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 യോഹന്നാന്റെ സുവിശേഷം 4:16 മുതൽ നമുക്കൊന്ന് വായിക്കാം. അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. സമരിയക്കാരത്തിയ സ്ത്രീയോട് കർത്താവ് ആദ്യം ഒരു കാര്യം പറഞ്ഞു, നീ പോയി നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരാം. അന്നേരം അവൾ ചാടി പറയുക, ഓ എനിക്കാരും ഇല്ലേ? അപ്പൊ എന്താണ് കർത്താവ് പറഞ്ഞേ? യേശു അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. കൗൺസിലിംഗ് ആവട്ടെ, ഇതാണ് കൗൺസിലിംഗ്. കർത്താവിനോട് പറഞ്ഞു എനിക്കൊരു ഭർത്താവുമില്ല. യേശു നേരിട്ട് അവളിലേക്ക് നോക്കിയാണ്. നോക്കിയിട്ട് പറഞ്ഞു, എടീ നീ എന്താണ് പറഞ്ഞത്? നിന്റെ ഹൃദയം ഞാൻ കാണുന്നു. നീ 5 ഭർത്താക്കന്മാർ നിനക്കൊണ്ടാണ്. ഇപ്പോൾ ആരാണ്? 6ാമത്തെയാണ്. ഇത് കേട്ടപ്പോഴേ അവൾ കുലുങ്ങാൻ തുടങ്ങി. കൗൺസിലിംഗ് ആണ് ഇത്. മറ്റുള്ളവർക്ക് അറിയത്തില്ലാത്ത കാര്യം ദൈവം അറിഞ്ഞു. നമ്മുടെ ഹൃദയ കാര്യങ്ങൾ ദൈവം അറിയുന്നു. അവൾ കുലുങ്ങുവാൻ തുടങ്ങി. അപ്പോഴേ അവളിൽ ഇരിക്കുന്ന കുടവോടെ താഴെ വീഴുകയാണ്. അവൾ ദൈവത്തെ അനുഭവിച്ചറിയുകയാണ്. സ്വന്തം കുറ്റം ഏറ്റെടുത്തു. എന്നിട്ട് അവള് വിട്ടില്ല അവളെ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അടുത്ത കാര്യം, അവള് മുന്നോട്ട് പോയി എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം പുറകോട്ട് പോയില്ല. ധ്യാനമൊക്കെ കഴിഞ്ഞ് 1 മാസം കുടിക്കാല്ല, വീണ്ടും കുടിക്കാൻ പോകും. പുറകോട്ട് പോകുന്ന സ്വഭാവം നമുക്ക് എപ്പോഴും ഉള്ളത്. ഉഗ്രം ധ്യാനമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ഒരാഴ്ച പുറകോട്ട് പോകും. നമ്മുടെ സ്വഭാവം പുറകോട്ട് പോകുന്ന ഒരു സ്വഭാവമാണ്. ബൈബിളിൽ കാണുന്നു, ആ സഹോദരി കുടമിട്ടിട്ട് എങ്ങോട്ട് പോയി? വചനത്തിൽ വളരെ ക്ലിയർ ആയിട്ട് കാണുന്നു, അവള് മുന്നോട്ട് നടന്നുപോയി എന്ന് പറഞ്ഞാൽ പുതിയൊരു ജീവിതം നയിച്ചു എന്നാണ് പറഞ്ഞേ. പുതിയൊരു ജീവിതം നയിച്ചു, മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ Praise the Lord. Praise the Lord. ഈ ധ്യാനം കഴിയുമ്പോൾ ഈ അവസരത്തിൽ നമ്മളും പറയണം, ഇനി ഞാനും മുന്നോട്ട് പോകുകയുള്ളൂ, ഒരിക്കലും ഞാൻ പുറകോട്ട് പോകുകയില്ല എന്ന് പറയുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഈ നിമിഷത്തിൽ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏതോ ഒരു സഹോദരി ഉച്ചയ്ക്കാകണ്ട എന്റെ അടുത്ത് വന്നാൽ കഴുത്തിനെല്ലാം വേദനയാന്ന് പറഞ്ഞു. അവിടെ അതിന് ഇരിപ്പുണ്ടോ? പുള്ളിയുടെ ഇങ്ങോട്ടൊന്ന് വരാവോ? ദൈവം കൃപയാൽ നിറയ്ക്കുകയാണ് നമ്മളെ. ഇവിടെ എല്ലാം പലരെയും കർത്താവ് സുഖപ്പെടുത്തുകയാണ്. പാവത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ പാവം നമ്മൾ ഏറ്റു പറഞ്ഞാൽ മതി. നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ തന്റെ സ്വന്തം കുറ്റം മനസ്സിൽ ഓർക്കുക. എന്തെല്ലാം പാവം ഞാൻ ചെയ്തു എന്ന്. വേദനകൾ വെമ്പലങ്ങളെല്ലാം കർത്താവ് എടുത്തു മാറ്റുന്ന ഒരവസ്ഥയാണിത്. ദൈവം നമ്മളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ യേശു തൊടുന്നു. യേശു തൊട്ടാൽ രോഗം വിട്ടുമാറും. ഹല്ലേലൂയ. 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 ഈ സഹോദരി പറയുന്നു, ഈ സഹോദരിയുടെ കഴുത്തിനും ഇടുപ്പിനും നടുവിനും കാലിന്റെ മുട്ടിനും എല്ലാം ശക്തമായിട്ടുള്ള വേദനയായിരുന്നുവെന്ന്. എന്നാൽ ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ വേദനകളെല്ലാം പൂർണ്ണമായിട്ട് വിട്ടുമാറി എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. 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 ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 26-ാം വാക്യം
വചനം ഒന്ന് തുറക്കുക. കൂടുതൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ കുറ്റം, ഞാൻ എന്താണ് തെറ്റ് ചെയ്തിരിക്കുന്നത്, ആ തെറ്റ് നമ്മൾ ഇന്ന് ഏറ്റു പറയുക. ദൈവത്തിന്റെ മുന്നിൽ, ആ ക്രിസ്തുവിന്റെ മുന്നിൽ നമ്മൾ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് നമ്മൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഒരു പുതിയൊരു ജീവിതം നയിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഒരു എഴുത്തെഴുതിയുണ്ടായി. അദ്ദേഹം എഴുത്തെഴുതിയുണ്ടായി. പുള്ളി പ്രസംഗക്കാരനായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഈ പ്രസംഗം തന്നെ പറയുന്നവൻ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനമില്ലെന്നു. അതായത് സെന്റ് ഫ്രാൻസിസ് സേവ്യർ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞു. ഈ പ്രസംഗം ഞാൻ പറയുകയും ഞാൻ തന്നെ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എഴുത്തെഴുതി, ആ സഭയിലുള്ള എല്ലാ പ്രദേശവും അച്ഛന്മാരും ദേവി ചെയ്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുത്തെഴുതിയാണ്. അങ്ങനെ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? എല്ലാ മനുഷ്യരും വചനം സ്വീകരിക്കുവാൻ തുടങ്ങി. ഞാൻ ചിലപ്പോൾ ഓർക്കും, ചിലപ്പോ ചില കുടുംബനാഥൻ വേർത്തൊഴുകി പണിയും, ബാക്കിയുള്ളവരെല്ലാം തീറ്റക്കാരാവും. ഈ സെന്റ് ഫ്രാൻസിസ് സേവ്യറിന്റെ കാര്യം ഞാൻ ഓർക്കുമ്പോ, ചിലപ്പോ ചില കുടുംബനാഥൻ ഭയങ്കരമായ അധ്വാനമാണ്, ബാക്കി ആരും ഒന്നും തൊടുകയില്ല. ഞാൻ പറയാം, അതാ സെന്റ് ഫ്രാൻസിസ് സേവ്യറിന്റെ സ്റ്റൈലാണ്. ഒരു കുടുംബനാഥൻ അധ്വാനിച്ച് തന്നെ പോരാ, മറക്കരുത്. ആ കുടുംബത്തിലുള്ള എല്ലാവരും ഒത്തുചേർന്ന് ഒരു വിരൽ കൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. എടുക്കാൻ തുടങ്ങുമ്പോൾ ഒരുമിച്ച് കൂടും എല്ലാ വിരലും. പറയേണ്ട ആവശ്യമില്ല, എടാ അടുക്കട ഇങ്ങോട്ട് പാടാന്നൊന്നും എന്ന് പറഞ്ഞതുപോലെ ആ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് നമ്മളങ്ങ് ഉത്സാഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അനുഗ്രഹം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിലെ അമ്മച്ചി തന്നെ നോക്കിയിട്ടൊന്നും സാധിക്കുകയില്ല. എന്നാലോ ആ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആണ് നമ്മുടെ മധ്യത്തിലേക്ക് ദൈവം കടന്നു വരുന്നത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18, 19, 20 നമ്മൾ അതാണ് കാണുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിക്കണം, കൂടുമ്പോഴാണ് ഇമ്പം ഉണ്ടാകുന്നത്. അതിനാണ് കുടുംബം എന്ന് പറയുന്നത്. ഞാൻ ചിലപ്പോ ഞങ്ങൾക്കുണ്ടല്ലോ പാത്തയുണ്ട്, പാത്ത കേട്ടിട്ടുണ്ടോ? പാത്ത താറാവിനാക്കലും വലിയൊരു സാധനമാണ്. ഞാൻ അതിനെ ഒരു 8-10 വെച്ചിട്ടുണ്ട്. എന്തിനാ ചോദിച്ചാൽ എന്റെ മുറിയുടെ മുന്നിൽ ഇതിപ്പോഴും പേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ആരും മുറിയുടെ അടുത്തോട്ട് വരില്ല, വന്നിട്ടുണ്ട് അവനെ കടിക്കും. സോ പാത്ത അതിന്റെ പേര്. ഈ പാത്തയുടെ സ്വഭാവം എന്നെ വെച്ചിട്ടുണ്ട്, ഒരൊറ്റ ഇടത്തിന് അടുത്തടുപ്പിക്കാനാണ്. വരുന്നവനെല്ലാം അവൻ കടിക്കും. ഈ താറാവിനേക്കാളും വലിയൊരു സാധനം ഈ പാത്ത എന്ന് പറയുന്നത്. വർഷത്തിൽ 4 മുട്ടയിടുള്ളൂ. അത് വളർത്തുന്നതിനാന്ന് വെച്ചാൽ ഈ പട്ടിയുടെ ഒരു പണിയാണ്. അവൻ ആരും അടുത്തടുപ്പിക്കാനാണ്. അവനിങ്ങനെ വരുന്നവരെല്ലാം ഇങ്ങനെ കാറ്റ് ഓടിച്ചോണ്ടിരിക്കും. പക്ഷെ തമ്മിൽ ഒരു യോജിപ്പുമില്ല അവർക്ക്. അവിടെയാണ് നമ്മുടെ വിജയം. യോജിച്ചിട്ടുള്ള പൊളിഞ്ഞു പോയി. അവരൊരിക്കലും യോജിക്കില്ല, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചോണ്ട് നടക്കുള്ളൂ. അതാണ് ഈ രാത്രിയും പകലും കാറിക്കൊണ്ട് നടക്കുന്നത്. ചിലപ്പോ നമ്മുടെയൊക്കെ സ്വഭാവം ഇത് തന്നെയായിരിക്കും. കുടുംബത്തിൽ ഒരു യോജിപ്പുണ്ടെങ്കിൽ മാത്രമേ അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. Praise the Lord. Praise the Lord. Hallelujah. 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 ആയി ഉയർത്തിയോന്ന് എല്ലാവരും Hallelujah. 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 വചനത്തിൽ എന്താണ് കാണുന്നത്? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 12 ഒന്ന് വായിക്കാം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന 2 പേര് യോജിച്ച് എന്ന് പറഞ്ഞാൽ കുടുംബം യോജിച്ച് ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് കിട്ടും. Praise the Lord. ഈ ഒരുമിച്ച് കൂടണേൽ എന്ത് ചെയ്യണം? സഹനം വേണം, ക്ഷമ വേണം, പാപം ഉപേക്ഷിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ജീവിക്കണം. പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ജീവിക്കുകയില്ല. അപ്പോഴാണ് നമ്മുടെ കുടുംബം തകരുന്നത്. മനസ്സിലാക്കണം, ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കണം, ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കണം, മക്കള് ചാച്ചനെയും അമ്മച്ചിയെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് കുറവുണ്ടാകുന്നു എന്ന് പറഞ്ഞ പോലെ ഇടവയിലുള്ളവർ ഇടവി അച്ഛനെയും മനസ്സിലാക്കി ജീവിക്കണം എന്ന് ഞാൻ പറയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ പറയുന്നത് തന്നെ നടക്കണമെന്നൊരു ചിന്തയോടുകൂടി നീങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ പരാജയമായിരിക്കും ഉണ്ടാകുന്നത്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറൊരു കാര്യം ഞാൻ ചിലപ്പോ ഓർക്കും. നമ്മൾ കാണുന്ന ദാവീദ് പാപം ചെയ്തു, രാജാവായിരുന്നു, ഇത്രയും വലിയ പാപം ചെയ്തിട്ടുണ്ടല്ലോ. ദാവീദിന്റെ നേരെ ഒരൊറ്റ മനുഷ്യൻ കൈ ചൂണ്ടിയിട്ടില്ല. ഇപ്പോ ഒക്കെ ആണെങ്കിൽ ഒരച്ഛൻ അല്ല ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയോ മനുഷ്യരെ കൈ ചൂണ്ടുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ദൈവം വിളിച്ച ആ അച്ഛന്റെ നേരെ കൈ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ റിലീജിയസ് സന്യാസിയുടെ നേരെ കൈ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാവമായിരിക്കും. മറക്കരുത്, ഇവിടെ ദാവീദ് പാവം ചെയ്തു, ആരും അണങ്ങിയില്ല. ശിക്ഷ ദൈവമാണ് കൊടുക്കേണ്ടത്. എന്നെ യേശു വിളിച്ചെങ്കിൽ, ഞാൻ പാവം ചെയ്തെങ്കിൽ അതിന്റെ ശിക്ഷ ദൈവം എനിക്കാണ് തരുന്നത്. നിങ്ങൾ അതിനുവേണ്ടി എന്നെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. ദാവീദ് പാവം ചെയ്തു, ആരും ദാവീദിന് നേരെ കൈ ചൂണ്ടിയില്ല. കൈ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അവന് തന്നെ കുറ്റം കിട്ടും. എനിക്കറിയാം, ഒരു പ്രാവശ്യം പ്രാർത്ഥനാ ഭവനത്തിൽ വന്നിട്ടോ ആ ഭിത്തിയുടെ പുറത്തൂടെ പോയി ചുമ്മാ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിക്കൊണ്ട് പോകുന്നു ആദ്യകാലത്ത്. കാരണം ഞാൻ ആദ്യകാലം ആ ഏരിയ മുഴുവൻ ഹിന്ദുക്കളായിരുന്നു. എന്തുവേണ്ടി? നമ്മുടെ ഗേറ്റിന് പിന്നെ കൂടെ വണ്ടി വരുമ്പോ എല്ലാം പഞ്ചറാവും. അവസാനം നിങ്ങൾക്കിപ്പോ നോക്കാം, ഞങ്ങളുടെ ധ്യാനമന്ദിരത്തില് ആ ഫ്രണ്ടിൽ കൂടെ ആര് പോയാലും എന്ന് വേണേലും കാണാം, ആ ഏത് മതസ്ഥനായിക്കോട്ടെ ആ ഗേറ്റിന്റെ മുന്നിൽ കുമ്പിട്ട് നമസ്കരിക്കാതെ മുന്നോട്ട് പോകുകയില്ല. അവരുടെ വിശ്വാസമാണത്. ആരാണെങ്കിലും അതുപോലെ തന്നെ അതിലുള്ള എല്ലാ ബസ്സും ബെഞ്ചിരിച്ചത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് അവർ പറയും ഭയങ്കര അനുഗ്രഹമാണെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരിക്കലും മറക്കരുത്, ദൈവം വിളിച്ച ഒരു സിസ്റ്ററായിരിക്കും, ഒരച്ഛനായിരിക്കും, അവരുടെ മേൽ ഒരിക്കലും കൈ ചൂണ്ടരുത്. കൈ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ ആ കുടുംബം നശിക്കും. കാരണം വചനത്തിൽ പറയുന്നു, ചില വീട്ടിലൊക്കെ എപ്പോഴും അച്ഛന്മാരെ സിസ്റ്റേഴ്സിനെ പറ്റി കുറ്റവും സംസാരമുള്ളൂ. അതുകൊണ്ട് ആ കുടുംബവും രക്ഷപ്പെടാതിരിക്കുന്നത്. ദയവ് ചെയ്ത് എപ്പോഴും ദൈവത്തെ പറ്റി സംസാരിക്കുക. നമ്മുടെ കുടുംബത്തിൽ വചനത്തിൽ കാണുന്നു, യേസ് എന്ന് പറയുന്നോട്ട് യേസ്, നോ എന്ന് പറയുന്നോട്ട് നോ. അതിന്റെ പിന്നിലും പുറകിലുമുള്ളതെല്ലാം പൈശാചിന്റെ ശക്തികളാണെന്നാ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ ഉയർത്തി എല്ലാവരും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ ദാവീദ് പാപം ചെയ്തു, ആരും കൈ ചൂണ്ടിയില്ല. അതോ പട്ടാളക്കാരെല്ലാം ദാവീദിന്റെ അടുത്ത് കൈകൂപ്പിക്കൊണ്ട് പറയുക, രാജാവേ എഴുന്നേറ്റോ എന്ന് ആഹാരം കഴിച്ചു. കഴിക്കുന്നില്ല. കർത്താവ് ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ആഹാരം കഴിച്ചു എന്ന് നമ്മൾ കാണുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ ഉയർത്തി എല്ലാവരും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പണ്ട് ഒരു 13 വർഷം മുമ്പ് ധ്യാനമന്ദിരം തുടങ്ങിയപ്പോൾ, അന്ന് അവിടെ സ്ഥലമൊന്നുമില്ല കേട്ടോ, ഒരു ധ്യാനമായിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ വഴി കൂടെ മോട്ടോർ സൈക്കിളിൽ പോകും. ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി കിടക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അവിടെ ഒരു ക്രിസ്ത്യൻസും ഇല്ലാത്തതുകൊണ്ട് എല്ലാ സർദാർമാരാണ്. ആരും വെറുതെ വീട്ടിൽ കയറി കിടക്കത്തില്ലോ. വൈകിട്ട് സന്ധ്യയായി ഒരു 7:30 ആകുമ്പോൾ ഞാൻ പയ്യെ മോട്ടോർ സൈക്കിളിന്റെ കാറ്റയച്ചു വിട്ടേക്കും. എന്നിട്ട് ഉന്തിക്കൊണ്ട് പോവുക. എന്നിട്ട് ഒരു വീടിന്റെ ഗ്രാമത്തിന്റെ അടുത്തേലും ഞാൻ ചോദിക്കും, ഇവിടെ വല്ലവരും പഞ്ചർ ഒട്ടിക്കാനുണ്ടോ? അവർ പറയും ഇല്ല, ഇവിടുന്ന് 17 കിലോമീറ്റർ പോകണം. ഞാൻ അന്നേരം പറയും, സർദാർജിയെ ഇതെങ്ങോട്ട് ഞാൻ പോകും, ഇതെങ്ങനെ പോകും, ഇത് ഉന്തിക്കൊണ്ട് ഞാൻ എങ്ങനെ പോകും? അന്നേരം പറയാം, എന്നാ ഇവിടെ കിടന്നു. മനസ്സ് സന്തോഷം, ആരുടെയെങ്കിലും വീട്ടിൽ കയറി കിടക്കാനൊരു അവസരം കിട്ടി. ഇങ്ങനെ ഓരോ വീട്ടിൽ കയറി കിടക്കുവാൻ തുടങ്ങി. അങ്ങനെ ഓരോ വീട്ടിലും കയറി കിടക്കുമ്പോൾ നമുക്ക് 35 ഗ്രാമമാണ്. ലുധിയാന സിറ്റിയിൽ ഞാൻ വന്നപ്പോൾ അവിടെ പള്ളി കുർബാന ചെല്ലുന്ന വഴിയിൽ ഞാൻ പന്തലിട്ടാ ചെല്ലിക്കൊണ്ടിരുന്നേ. ഒരു പ്രാവശ്യം പിതാവ് വന്നപ്പോൾ 5000 പേര് കൂടുതലാണ് പാസ്റ്ററൽ വിസിറ്റിന്. അവിടെ 5000 പേര്. അപ്പൊ അന്ന് സിമോറിയം പിതാവ് നമുക്ക് ഇവിടെ പള്ളിയില്ലല്ലോ, ഇവിടെ വേണമെന്ന് പറഞ്ഞു. എന്തുവേണ്ടി? അവിടെ 200 കുടുംബമാണ് മാമോദിസ കൊടുത്തിട്ടാണ് ഞാൻ ഈ ഗ്രാമത്തിലേക്ക് നീങ്ങുന്നത്, വില്ലേജിലേരി. ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കുക, അതുപോലെ തന്നെ നമ്മുടെ കുറ്റം നമ്മൾ ഏറ്റുപറയുക. ഏറ്റുപറയുമ്പോൾ സ്വന്തം നമ്മൾ ചെയ്ത കുറ്റം സമ്മതിക്കണം. അങ്ങനെ നമ്മൾ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ ഏതെല്ലാം പാവമാണ് ഞാൻ ചെയ്തതെന്ന് ഓർത്ത് ദൈവത്തിന്റെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മറക്കരുത്, ദൈവം നമ്മളിലേക്ക് കടന്നു വരും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ എന്താ കാണുന്നത്? മക്കൾനാ മറിയം കരഞ്ഞ് ഈശോയുടെ ശവക്കുടീരത്തിന് മുന്നിൽ കരയുകയാണ്. പാവിയായ മക്കൾനാ മറിയം കുറ്റം ഏറ്റെടുത്ത് ഞാൻ പാവിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്
അവൾ അവിടെ നിന്ന് കരയുകയാണ്. അന്നേരം